സോ അങ്ങനെ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിന്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തു, ഇനാഗുറേഷൻ സെഷൻ ആയിട്ട്. ആൻഡ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐസ് ബ്രേക്കിംഗ് സെഷൻ. സോ നമ്മുടെ ഓറിയന്റേഷന്റെ OP 10.0 സെഷൻ 2 ആണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ. സോ ഇത് നമ്മുടെ ഒരു MBA ബാച്ചുകാരാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ ജോയിൻ ആയിട്ടുള്ളത്. ആൻഡ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കുറച്ച് നമ്മൾ ഒരുപാട് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട സെഷൻസ് ഒന്നും അല്ല. എല്ലാവരും കൂളായിട്ട് ഇരിക്കുക. ആൻഡ് നൗ നമുക്ക് ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിലേക്ക് കിടക്കാം. സോ ഈ ഒരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് നമ്മുടെ ഒരുപാട് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് നമുക്കുള്ളത്. സോ ആ ഒരു എല്ലാവരും പരിചയപ്പെടാനും നമ്മുടെ ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ള എല്ലാവരും പരിചയപ്പെടാനും അവരുടെ ഹോബീസും കാര്യങ്ങളൊക്കെ അറിയാനും അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു ജേർണി ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൺ ആയിട്ടുള്ള ഒരു സെഷനാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷൻ ത്രൂ ഔട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് ഭയങ്കര മെമ്മറബിൾ ആക്കുക ഈ ഒരു സെഷൻ. സോ നിങ്ങളുടെ ആ പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സെഷൻ അത്രയും മെമ്മറബിൾ ആക്കാൻ പറ്റുള്ളൂ. സോ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും റെഡി അല്ലേ? സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഒരു റാപ്പിഡ് ഫയർ ഇൻട്രോ ആണ്. അപ്പം ക്വിക്ക് ആയിട്ട് നമ്മൾ എല്ലാവരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു കുറച്ച് പേര് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ റാപ്പിഡ് ഫയർ ഇൻട്രോയിലേക്ക് പോവാം. അതിന് മുന്നേ എങ്ങനെ പറയണം എന്നുള്ളത് ചെറിയൊരു ഔട്ട്ലൈൻ തരാം. സോ ഫസ്റ്റ് അതായത് പേര് പറയാ, ഫുൾ നെയിം പറയാ, അതേപോലെ ഏത് നമ്മൾ ജോബ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഏത് സിറ്റിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറയാ. അതേപോലെ നമ്മൾ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ MBA ബാച്ച് ആണ് ഉള്ളത്, MBA ആയിരിക്കുമല്ലോ, അപ്പം അതും കൂടെ പറയാം. ആൻഡ് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഫൺ ഫാക്ട് എന്തായാലും ഒന്നില്ലെങ്കിൽ ഹോബീസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങളെ കുറിച്ച് ഒരു ഫണ്ണായ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ നമുക്കിപ്പോൾ ഒരാളോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള ഒരു ഫാക്ട് എന്താണ് എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം? ഓക്കെ. ഓക്കെ, ഇനി നിങ്ങളുടെ ടേൺ ആണ്. സോ ആരാണ് ഫസ്റ്റ്? വോളണ്ടറി ആയിട്ട് വരുന്നവർക്ക് വോളണ്ടറി ആയിട്ട് തന്നെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Dear members of the faculty, mentors, my dear friends, സ്റ്റോപ്പ് ഷെയർ ചെയ്യണേ. ഓക്കെ. ഞാൻ MBA HM ആ ഒരു പ്രോഗ്രാമിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ എൻറോൾമെന്റിനെ ഹെൽപ്പ് ചെയ്ത ഇപ്പോഴും നല്ല ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്ന ലേൺ വൈസിനുള്ള നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് ഡേവിഡ് സാമുവൽ. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പം എൻ്റെ സ്റ്റഡി സെൻറ്റർ സേക്രഡ് ഹാർട്ട് കോളേജ് തേവരയാണ്. ഞാൻ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓർഗനൈസേഷനായ YMCAയിലാണ് പ്രവർത്തിക്കുന്നത്. വൈഫ് മരടിലൊരു സ്കൂളിൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. 2 മക്കള്. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. താങ്ക് യു. സോ നല്ലൊരു തുടക്കമായിരുന്നു. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, സോ ഇനി ആരാ വരുന്നത്? നമ്മള് ഭാവിയിലെ മാനേജേഴ്സ് ആണ് നമ്മൾ ഇനി MBA എന്ന് പറയുമ്പോൾ. അപ്പം ആരെയും വിളിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ഒന്ന് ഓടി വാ. ലോജിഷ മാഡമാണ് എൻ്റെ മെൻറ്റർ ഇപ്പൊ സംസാരിച്ച. ഓക്കെ സർ. എന്റെ പേര് അരുൺ എന്നാണ്. ഞാന് ഫസ്റ്റ് ആണ് ഞാൻ ഇതിപ്പം ഒരു ഇന്ററാക്ഷൻ നടത്തുന്നത്. ജോലി തിരക്ക് കൊണ്ടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പൊൻകതിർ എന്ന് പറഞ്ഞ ഒരു റൈസ് പൗഡർ ബ്രാൻഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ സൗത്ത് കേരള മാനേജറാണ്. കന്യാകുമാരി ടു എറണാകുളമാണ് എൻ്റെ ജോബ് പ്ലേസ്. നേരത്തെ നമുക്ക് ഇതിനു മുന്നേ സംസാരിച്ച സാറ് പറഞ്ഞത് YMCAയുടെ ഒരു മെമ്പറാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ YMCAയുടെ ഒരു തൊടുപുഴയുള്ള ഒരു സ്ഥലത്ത് ഞാനിപ്പം റെന്റിന് എടുത്ത് ഇന്ന് സ്റ്റേ ആണ് ഇവിടെ. അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു. പിന്നെ ഫൺ ഫാക്ടർ എന്ന് പറയുന്നത് നേരത്തെ എനിക്ക് മുന്നേ സൂചിപ്പിച്ച സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നവരെ കൂടി നമ്മളോടൊപ്പം ചേർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനമുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കൊപ്പം തന്നെ ഞാൻ ആ സാമൂഹ്യ പ്രവർത്തനം കൊണ്ടുപോകുന്നുണ്ട്, പ്രത്യേകിച്ച് സൺഡേസില്. പിന്നെ ഞാനിപ്പോ ഇവിടെ MBAക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ലോജിഷ മാഡമായിട്ട് ചെറിയൊരു ടൈം മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി വരുന്ന സമയങ്ങളിൽ കൂടുതൽ പേരെ പരിചയപ്പെടുകയും
മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ബെസ്റ്റിൻ മൈക്കിള്. ഞാനിവിടെ കൊരട്ടിയാണ്, തൃശ്ശൂർ. സെൻറ്റർ വരുന്നത് കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. പിന്നെ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, മെയിൻ്റനൻസിൽ, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ. അപ്പം നാട്ടിൽ സെറ്റിൽ ആവാൻ നോക്കണു. ഇതുവരെ ഒന്നും ജോലി ആയിട്ടില്ല. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാമെന്ന് വെച്ചു. MBA OM ആണ് എടുത്താക്കണേ. പിന്നെ അത്രയൊക്കെ തന്നെ. ഓക്കെ 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 താങ്ക് ഓക്കെ, യു. താങ്ക് യു. എൻ്റെ പേര് സുമയ്യ. ഇവിടെ എറണാകുളമാണ് സ്ഥലം. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ റസൻ ആർട്ടിന്റെ ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാലിക്കറ്റിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണ്. അപ്പോൾ ഞാനൊരു 12 ഇയേഴ്സ് ഒക്കെ എൻ്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ എനിക്കൊരു PG MBA ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. പിന്നെ എനിക്ക് ആർട്ട് ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ പുറകെ പോയി. അങ്ങനെ കുറെ ആർട്ട് മേഖലയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. പിന്നെ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഈ വർഷമാണ് എനിക്കിപ്പോ എന്റെ സമയമായത് ഇപ്പോഴായിരിക്കും. അപ്പൊ ഞാനിപ്പോ ജോയിൻ ആയി. പിന്നെ കുറച്ച് ബിസിനസ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോണു. അപ്പൊ എനിക്ക് MBA പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വർഷം ഞാൻ ജോയിൻ ആയത്. പിന്നെന്താ പറയാ, അപ്പൊ എന്തായാലും 2 വർഷം കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല ഇതിൽ വ്യത്യസ്തമാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ 2 കൊല്ലത്തിൽ തന്നെ നമുക്ക് MBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. യെസ് യെസ് 2 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. എൻ്റെ പേര് ഷിജി എന്നാണ്. ഞാൻ പുറത്തായതുകൊണ്ട് ലൈറ്റിന്റെ ഒരു ചെറിയ അഭാവമുള്ളത് ഹലോ. കാരണം ഞാൻ ട്രിവാൻഡ്രം ആണ് സ്ഥലം. ശരിക്കും എനിക്ക് വന്നിട്ട് എൻ്റെ ഈ ഒരു സെക്ഷൻ ഇന്നലെ പറഞ്ഞപ്പോഴേ എനിക്ക് ഈ ഒരു സെക്ഷനോടാണ് ഭയങ്കര, കാരണം നമ്മുടെ കൂടെ ആരൊക്കെയാണ് പഠിക്കുന്നത്, എല്ലാരെയും ഒന്ന് കാണാമല്ലോ, ശരിക്കും അങ്ങനത്തെ ഒരു ആകാംക്ഷയായിരുന്നു. ഒരുപാട് പേരുണ്ടായിരിക്കും, എല്ലാരെയും കാണാം. എനിക്ക് ഇത് ജോയിൻ ചെയ്യുമ്പോഴേ ആഗ്രഹമായിരുന്നു, ആരാണ് നമ്മുടെ കൂടെ പഠിക്കുന്നവർ, ആരൊക്കെയാണ് നമ്മൾ സാധാരണ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് അറിയില്ലല്ലോ, റെക്കോർഡ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരോടെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു, ശരിക്കും ഇത് വന്നിട്ട് ഞങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്, നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് സംഘടിപ്പിച്ച ടീമിന് തന്നെ ഒരുപാട് നന്ദി. പിന്നെ പിന്നെ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മുടെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ വളരെ സന്തോഷം. എൻ്റെ പേര് ജയശ്രീ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് 2022 പാസ് ഔട്ടായി. ഇപ്പം 1.5 ഇയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഫിനാൻസിയൽ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയ സമയം കൊറോണയുടെ ടൈമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് PG ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് വേണ്ടത്ര അങ്ങോട്ട് ഒന്നും സെറ്റായി വന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെയാണ് ഇങ്ങനെ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ PG എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് വഴിയാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിഞ്ഞു. ഒത്തിരി സന്തോഷം. ഇപ്പം വളരെ ഹാപ്പിയാണ്. നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. മെന്റേഴ്സ് ആണെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. നല്ല രീതിക്ക് ഇപ്പോൾ ഇതുവരെ മുന്നോട്ട് പോകുന്നു. ഇനി ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ പോകുന്നു വിചാരിക്കുന്നു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ പോസിറ്റീവ് വൈബുള്ളി. സോ ഇനി ഇതേപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവും, അത് നമ്മൾ എന്തായാലും ഉറപ്പ് തരികയാണ്. ഓക്കെ, സോ ഈ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാം. എൻ്റെ പേര് പ്രബീഷ്, ഞാൻ ട്രിവാൻഡ്രം ആണ്. ഇപ്പൊ 2021-22 ടൈമിലാണ് ഡിഗ്രി പാസ് ഔട്ട് ആയത്. അത് IGNOU വഴി തന്നെയാണ് ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേ തന്നെ PGക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ അത് എനിക്ക് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പൊ രണ്ടാമതിപ്പോ ലേൺ വൈസിനെ പറ്റി കേൾക്കുകയും ലേൺ വൈസിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും റീ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അഡ്മിഷൻ. അങ്ങനെ ഈ വർഷം പുതുതായിട്ടാണ് ഞാൻ വീണ്ടും MBA രജിസ്റ്റർ ചെയ്തത്. ഇപ്പൊ ലേൺ വൈസുമായിട്ട് ലേൺ വൈസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതൊക്കെ വളരെ എനിക്ക് താല്പര്യമുണ്ട്, അതുപോലത്തെ കാര്യങ്ങളിൽ. ഓക്കെ, ബാക്കി ഇപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ലൂബി എന്ന് പറഞ്ഞ പമ്പിന്റെ കമ്പനിയിലാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ യുവർ ടൈം സർ. കാരണം സർ കാണുമ്പോൾ തന്നെ അറിയാം, സ്കാറിൽ ഇരുന്നിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻസ് സർ ഈ ഒരു സെഷന് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. സോ താങ്ക് യു ഫോർ ദാറ്റ്. എൻ്റെ പേര് ഗഫൂർ അലി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ്
പാണ്ടിക്കാട് എന്ന് പറയും. പിന്നെ MBA ജനറൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. ഒരു 5 വർഷം നാട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഒമാനിലേക്ക് പോയി. അവിടെ ഒരു 20 വർഷം അഡ്മിൻ ഫിനാൻസ് സെക്ഷനിൽ ഉണ്ടായിരുന്നു. ഇപ്പോ കുറച്ചായിട്ട് നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോഴ്സിന് ഒരു താല്പര്യം തോന്നിയതും ലേണേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റിയതും. അപ്പോൾ ഒരു ജോയിൻ ചെയ്തതിൽ സന്തോഷം. പിന്നെ ടീം അംഗങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വളരെ സന്തോഷം. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഫൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ സോഷ്യലായിട്ട് ഇരിക്കുക, പിന്നെ സോഷ്യൽ ക്ലബ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെയുള്ളതാണ് പിന്നെ താല്പര്യമുള്ളത്. അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ. ഫിജു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഫിജോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന അബുദാബിയിലാണ്, അഡ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഓയിൽ ഫീൽഡിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ഓപ്പൺ ചെയ്യാൻ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു 12 വർഷമായിട്ട് അബുദാബിയിൽ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്തു. സോ അന്നോട്ട് ഒരു PG എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ കോൺസിക്വൻസസും ടൈമിന്റെ ഒരു ലാക്ക് കൊണ്ട് എനിക്ക് MBA ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം ജോബ് ചേഞ്ച് ഒക്കെ കിട്ടിയതുകൊണ്ട് കുറച്ച് ടൈം പീരീഡ് ഒക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് MBA ചെയ്യാൻ എന്ന് ഓർത്ത് ലേൺ വൈസിനെ അപ്രോച്ച് ചെയ്തു. എനിക്ക് നല്ലൊരു ചാൻസ് ആണ് കിട്ടിയത്. ആക്ച്വലി നല്ല സപ്പോർട്ടും ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സോ പിന്നെ ഈ സെഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. എല്ലാവരെയും മീറ്റ് ചെയ്യാനും എല്ലാവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്നതിൽ വളരെ സന്തോഷം. മുന്നോട്ടും ഇതുപോലെ തന്നെ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഫൺ ഫാക്റ്റ് ഒന്നുമല്ല, ബട്ട് നാട്ടിൽ വരും. എനിക്ക് ആക്ച്വലി ഇവിടെ ഓഫ് ഷോർ ആയതുകൊണ്ട് 1 മാസം ജോലിയും 1 മാസം ലീവുമാണ്. അപ്പം എല്ലാ 1 മാസം കൂടുമ്പോഴും നാട്ടിൽ വരും. അപ്പം വളരെയധികം ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ട്രാവലിംഗ് ആണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെടുന്നതിലും സന്തോഷം. താങ്ക് യു ഓൾ. എൻ്റെ പേര് നീതു. ഞാൻ കൊല്ലം ജില്ലയിലെ കിഴക്ക് അരിങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ആക്ച്വലി ഇപ്പം ഡ്രൈവിങ്ങിലാണ്. അതാണ് കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, സോറി. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം 8 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് MBA ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാനൊരു ടീച്ചറാണ്. അനൂപാണ്. ഓക്കെ, ഞാൻ പാലക്കാട് നിന്നാണ്. കേൾക്കാമോ? പറഞ്ഞു കേൾക്കാം. ഓക്കെ, ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ആ. സ്റ്റേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, SBIയിൽ. ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ ബാങ്കിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 17 years ആയി ബാങ്കിൽ. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു MBA ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയതുകൊണ്ട് അതിന് നടന്നില്ല. ഇപ്പോൾ നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട്, പാലക്കാട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കാൻ വീട്ടിലെ വേറെ ആൾക്കാരുള്ളത് കൊണ്ടും ഇതാണ് ഒരു ടൈം, അങ്ങനെ ഒരു ടൈം സെറ്റായി വന്നതുകൊണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്തു. വളരെ കാലത്തൊരു ആഗ്രഹം ആണ് MBA ചെയ്യണം എന്നുള്ളത്. അതിപ്പോൾ 2 വർഷം കൊണ്ട് പൂർത്തിയാവുമെന്ന് വിചാരിക്കുന്നു. നടക്കട്ടെ. അപ്പൊ പിന്നെ ഒരു വേറൊരു ഇതും കൂടെ ഉള്ളത്, എന്നെ ലേൺ വൈസിലേക്ക് റെഫർ ചെയ്തത് എൻ്റെ വൈഫ് തന്നെയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള പ്ലാനായിരുന്നു ഒരു PG എടുക്കണം എന്നുള്ളത്. അപ്പോൾ വൈഫും ഇഗ്നോയിൽ തന്നെ MA എഡ്യൂക്കേഷന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ലേൺ വൈസിൽ തന്നെ. 2 പേരും ഒരുമിച്ചാണ്, ഞങ്ങൾ കോളേജ് മേറ്റാണ്. അതേപോലെ വീണ്ടും ഇപ്പോൾ PGയും കൂടെ ഒരുമിച്ച് പഠിക്കാന്നുള്ളൊരു ഇതിലാണ് ജോയിൻ ചെയ്തത്. MBA ഫിനാൻസ് ആണ് ചെയ്യുന്നത്. ബാങ്കിങ് ആയതുകൊണ്ട് തന്നെ ഫിനാൻസ് ആണ് നടക്കുന്നത്. വേറെ ഇപ്പം എന്താണെന്നുള്ളത് വേറെ ഇപ്പോൾ ഫൺ ഫാക്ട് ഒന്നും പറയാനില്ല. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇത്. കൂളായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇതിങ്ങനത്തെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് പിയറിൽ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയതും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വൈകിയ വേളയിലാണെങ്കിലും ഒരുപാട് പേര് ഒരുപാട് ഇതെല്ലാം ലേറ്റായിട്ടൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും PGക്ക്. അപ്പോൾ ഒരു വൈകിയ വേളയിലാണെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തതിന് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ എല്ലാം കംപ്ലീറ്റ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
സോ ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? നമ്മളിപ്പോൾ കുറച്ച് പേരെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഒരു ഗെയിം കളിച്ചിട്ട് ബാക്കി കുറച്ച് പേരെ പരിചയപ്പെടാം. ഓക്കെ ആണോ? നമ്മുടെ ആദ്യത്തെ ഗെയിം സൂം ഇൻ സൂം ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞാനൊരു പിക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്സ്, എന്തെങ്കിലും ഒരു സാധനം, അതിന്റെ ഒരു പകുതി കാണിക്കും. ഓക്കെ, ബാക്കി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ആരാണ് എന്താണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ആ സോ ഞാനിപ്പം ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആവാം, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു പകുതി ഭാഗം ഞാൻ കാണിക്കും. ഓക്കെ, അത് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എന്താണെന്ന് പറയണം. താങ്ക് യു. ഓക്കെ, അപ്പൊ തുടങ്ങുവാണേ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉറപ്പാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉറപ്പാണോ? എല്ലാവർക്കും ഉറപ്പാണോ? ഓക്കെ, അതെ. അതെ. അടുത്തത് പോവാണേ. ലാലേട്ടൻ. ഇതിലാർക്കും ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ ഓക്കെ. അടുത്തത് ഉറപ്പാണ്? ആ കണ്ണൊന്ന് നോക്കിക്കേ ശരിക്കും. ശോഭന തന്നെയാണോ? ഓക്കെ, ശോഭന മാം. ഓക്കെ, അടുത്തതാരാ? സച്ചിദാനന്ദൻ. ഉറപ്പാണോ? സവിതയ്ക്ക് എന്തോ ഒരു ഡൗട്ട് ഉള്ളത് പോലെ. ഓക്കെ ഓക്കെ, വി എസ് സച്ചിദാനന്ദൻ. ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. ദുൽഖറാണോ ഫഹദാണോ? ദുൽഖർ തന്നെയാ. എല്ലാവരും ഒറ്റ സ്വരത്തിൽ ദുൽഖറാണോ? ഓക്കെ, ദുൽഖർ സൽമാൻ. ഓക്കെ, അടുത്തത് ഉറപ്പാണോ? ഓക്കെ. ആ, ഇതൊന്ന് പറയാൻ പറ്റുമോ? ഇതൊരു ക്ലൂ തരാം. നമ്മള് പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്പിന്റെ ഓൺലൈൻ പർച്ചേസ് ആണോ? ഇല്ല, പറഞ്ഞ ആൻസർ വന്നിട്ടുണ്ട്. ആമസോൺ ആണോ? ജെഫ് ബെസോസ്? അതെ, കറക്റ്റ്. എനിക്കറിയില്ല. ഇതാരാ? ഉറപ്പാണോ? മഞ്ജു വാര്യരല്ലല്ലോ? ഓക്കെ ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോകണ്ടേ. ഉറപ്പാണോ? രജനീകാന്തിന്റെ ഒരു ഡയലോഗ് ആരാ പറയുന്നത്? അയ്യോ, ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. ഇനി നമുക്ക് കുറച്ചുപേരും കൂടി പരിചയപ്പെട്ടിട്ട് അടുത്ത ഗെയിമിലോട്ട് പോവാം. അപ്പം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാല് ആദ്യം എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഓടി വരണം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് കുറെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഗെയിം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഓടി വന്നോ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗെയിമിന്റെ എണ്ണം കൂട്ടി പോവാം. എല്ലാരും ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കും. നമ്മൾ MBA-ക്കാരല്ലേ? എന്റെ പേര് മിഥുൻ. ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം എല്ലാവർക്കും അറിയാവുന്ന പോലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഞാൻ ആ നാട്ടിലുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ BBA കഴിഞ്ഞു. ലോജിസ്റ്റിക്സ് ചെയ്തിട്ട് എന്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് MBA ജോയിൻ ചെയ്തത്. എനിക്ക് HR ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ MBA HR എടുത്തേക്കുന്നത്. എനിക്ക് മാനേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തോന്നരുത്, കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ സൗണ്ടൊക്കെ കാണും. പിന്നെ ഞാൻ മാനേജ്മെന്റ് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ KCM-ന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് രൂപതയിലും ട്രിവാൻഡ്രത്തും അവിടെ ഞങ്ങളുടെ ലൊക്കാലിറ്റി ഏരിയയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യാം. പിന്നെ പലരും പറഞ്ഞ പോലെ ഞാൻ ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ നാട്ടിലെ യുവജനങ്ങളുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ. അങ്ങനെ എൻ്റെ സാമൂഹിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ വയസ്സ് 22 ഉള്ളൂ. ഈ ചെറിയ വയസ്സിൽ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഫൺ ഫാക്ടർ പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എൻ്റെ കാര്യത്തില്. അപ്പോൾ ഇത്രയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. ഐ എം സുപ്രിയ. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യം സ്കൂളിൽ ടീച്ചറായി, ഇപ്പൊ അബാക്കസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പിലുള്ള മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഓൺലൈൻ ക്ലാസ്, ഈവനിങ്ങിലൊക്കെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കയറിയതാ. നല്ലൊരു തീരുമാനമായില്ലേ? എന്റെ പേര് വിനീത്.
കണ്ണൂര് പയ്യന്നൂരാ വീട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കണ്ണൂര് പയ്യന്നൂരാണ് വീട്. ഓക്കെ. കോപ്പറേറ്റീവ് ബാങ്കിൽ 8 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ MBA ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കുറെ ആയി ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളെ ഇതിന്റെ കരിയറിന്റെ മുന്നോട്ട് പോക്കിനും കൂടി MBA ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് MBA ഫിനാൻസ് ജോയിൻ ചെയ്തത്. അതുപോലെ സാമൂഹിക പ്രവർത്തനം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതാ പറയാനത്. പിന്നെ ഇതിൽ MBA എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു പേടിയും കാര്യങ്ങളെല്ലാം ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്ററും അക്കാദമിക്കിന്റെ അവരെല്ലാം നല്ല സപ്പോർട്ട് നൽകുന്നതുകൊണ്ട് കുറച്ച് ഒരു മുന്നോട്ട് പോകാൻ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. തുടർന്ന് ക്ലാസ്സുകളെല്ലാം കിട്ടുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പേര് ശ്രീധന്യ, ഞാൻ കാലിക്കറ്റ് ആണ്. അപ്പം ഞാൻ 2014 PG പാസ് ഔട്ട് ആയതാണ്. അതിനുശേഷം കുറച്ച് വർക്ക് ചെയ്തു, ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷത്തോളം. പിന്നെ അതിനുശേഷം ചെറിയൊരു കരിയർ ബ്രേക്ക് വന്നു. ചില ഫാമിലി പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട്, പാരന്റ്സിന്റെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും PG വെച്ച് സ്റ്റോപ്പ് ചെയ്താണ് അപ്പൊ പഠിത്തമൊക്കെ. അപ്പം അത് PG ചെയ്തോണ്ടിരിക്കും. ഇപ്പം ഇനി വേറെ അങ്ങനെ ഹയർ പോസ്റ്റിലേക്കൊന്നും ജോബൊന്നും കിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നേടണം എന്നുള്ളൊരു സെലക്ട് ചെയ്താണ്, HR മാനേജ്മെന്റ് ആണ് സെലക്ട് ചെയ്തത്. അപ്പം അത് കുറെ സെർച്ച് ചെയ്തു, കുറെ പ്ലാറ്റ്ഫോംസ് നോക്കി, ഫൈനലി ആണ് ലേൺവൈസിൽ എത്തിയത്. അപ്പം ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷവും കുറെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ മാമിന്, എന്റെ മെന്റർ ഷാലു മാമിനെ അറിയാം. മാമിന്റെ ഒരു എന്താ പറയാ, മാം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മെന്റലി കുറെ സപ്പോർട്ടൊക്കെ തന്ന് ഇപ്പൊ വീണ്ടും ഓക്കെ ആയിട്ട് വരികയാണ്. അപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു ഓൾ. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. സഞ്ജയ് ഞാൻ ഓക്കെ. സോ ഞാൻ ഡിഗ്രി 2020 പാസ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഫസ്റ്റ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ മധുരയിൽ, പിന്നെ ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ MBA എടുക്കാൻ കാരണം ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് സ്റ്റേബിൾ ആണ്. പിന്നെ കമ്പനിയുടെ വർക്കും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, ബോസൊക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ MBA എടുത്തു, പിന്നെ ജോയിൻ ചെയ്തു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, താങ്ക് യു സഞ്ജയ്. ഞാൻ കാലിക്കറ്റ് ബാർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അപ്പൊ ഞാൻ BSc കഴിഞ്ഞിട്ടാണ് BSc നഴ്സിംഗ് 2000 കഴിഞ്ഞു. പിന്നെ 10 വർഷമായിട്ട് നഴ്സിംഗ് സ്റ്റാഫ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പൊ ഒരു 3 years ആയിട്ട് അവിടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എനിക്ക് MBA HCHM ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മെയിൻ ഈ എടുക്കണം എന്നുള്ള ഒരു പ്രൊമോട്ട് എനിക്ക് തന്നത് എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് MBA HR ആൻഡ് മാർക്കറ്റിംഗ് കഴിഞ്ഞതാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ ഞാൻ ഈ MBA എടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ജനുവരി 2025 ബാച്ചാണ്. അപ്പൊ ആ 25 ആ ജൂലൈ സമയത്തൊന്നും എക്സാം എഴുതാനോ നന്നായിട്ട് പഠിക്കാനോ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഈ ലേൺവൈസിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പൊ ലേൺവൈസ് ത്രൂ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായി അവിടെ ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ എന്റെ മെന്റർ എന്ന് പറയുന്നത് അനുഷ്യ മേഡം ആണ്. ഇപ്പൊ എനിക്ക് ഒരു മോനാണുള്ളത്, അവൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ നല്ലോണം തന്നെ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ MBA കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ഉണ്ണിമായ, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ BSc അനസ്തേഷ്യ ആൻഡ് OT ടെക്നോളജി കോഴ്സ് കഴിഞ്ഞ് മാംഗ്ലൂരിലായിരുന്നു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ 5 years ആയിട്ട് ആഫ്റ്റർനൂൺസിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ഈ ഇഗ്നോയിൽ തന്നെ മുൻപ് PG ഡിപ്ലോമ ഇൻ ഫാമിലി തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്ലിനിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന മാറി നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ MBA എടുക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ ഇവിടെ ഇപ്പം MBA ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാരെയും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. എൻ്റെ പേര് സവിത എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലാണ് വർക്ക് ചെയ്യണത്.
പക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെ ജോലിക്കായിട്ട് ശ്രമിച്ച് അത് കിട്ടി. പിന്നെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ടെസ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു. ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ക്ലാസ്സസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. എൻ്റെ പേര് ആദിത്യ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്നൊരു സ്ഥലത്താണ്. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഇപ്പം 2025 ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത്. സാധാരണ അഡ്വക്കേറ്റ്സ് LLB കഴിഞ്ഞ് LLM ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ പക്ഷെ MBA ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് MBA എടുക്കണം. ഞാൻ HR ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ മാം ലൊജിഷ മാം ആണ്. സ്വീറ്റ് മാം ആണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒക്കെ ഭയങ്കര മാം ഒന്നും ഇങ്ങനൊന്നും അല്ല. ഷീ ഈസ് എ വെരി സ്വീറ്റ് മാം. നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് എന്ത് ഡൗട്ട് ആണെങ്കിലും എന്ത് ചോദിക്കാനൊക്കെ പറ്റും. പിന്നെ നല്ല ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഒരു ഗുഡ് ലിസണർ ആണ്. അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജസ്ന. ഞാൻ കാലിക്കറ്റ് ആണ് സ്ഥലം. ഞാൻ 2011 BCom കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ MCom ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം കല്യാണം കഴിഞ്ഞു, ഫാമിലി കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയപ്പം പിന്നെ എന്താ പറയാ ചെയ്യാൻ ബുദ്ധിമുട്ടായി. പക്ഷെ അന്നോട്ടെ ഒരു PG ചെയ്യണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം നൗ ഐ ആം ഫ്രീ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യാന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് റിയ ആണ് എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അവളും എൻ്റെ കൂടെ തന്നെ MBA ചെയ്യുന്നുണ്ട്. 2 വർഷത്തിനകം എൻ്റെ ഒരു ആഗ്രഹം സഫലമാകും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ മാത്രമല്ല, നമ്മളിപ്പം ഇവിടെ പരിചയപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരുടെ ഇതുപോലെ സഫലമാവട്ടെ. എല്ലാവരും 2 വർഷം കൊണ്ട് നമ്മളെല്ലാവരും ഈ ഫാമിലിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങും അല്ലേ? ഞാൻ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒട്ടുമിക്ക ആളുകൾ അന്വേഷിക്കും, ഇപ്പൊ ഈ ഒരു ഏജിൽ പഠിക്കുന്നോ, എന്തിനാ ഇപ്പൊ പഠിക്കുന്നത്, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം കുറെ അതിൽ പഠിക്കുന്ന എന്നുള്ളൊരു ഇതില്. പക്ഷെ ഞാൻ ഇതിലിപ്പം എല്ലാവരും പരിചയപ്പെട്ടപ്പം ഏജ് ഒരു വിഷയമല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട്. കാരണം പഠിക്കുന്നതിനൊരു പ്രായം ഒരു മാനദണ്ഡമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെ സ്വപ്നങ്ങളും സാധ്യമാവട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇതിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ, പഠനത്തിന് പ്രായപരിധി ഒന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ശ്രീരാഗ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ MBA ഫിനാൻസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ബാങ്കിങ് ആക്സ്പിരൻ്റ് ആണ്. അപ്പം ഞാൻ 2024 പാസ് ഔട്ട് ആയത്. അപ്പം ഇപ്പോൾ ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഒരു PG വേണം എന്നുള്ളത് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തീരുമാനിച്ചതായിരുന്നു. അപ്പം ഒബ്വിയസ്ലി എൻ്റെ പ്രിഫറൻസ് ബാങ്ക് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ ഒരു ഓൺലൈനായിട്ടൊരു PG ചെയ്യാമെന്നുള്ളതായിരുന്നു ആദ്യം മുതലുള്ള ചിന്ത. അപ്പം ആണ് IGNOU അറിയുന്നതും പിന്നെ ലേൺ വൈസിലേക്ക് എത്തുന്നതൊക്കെ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ജില്ലക്കാരെ കൂടെ ഇരുന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ വലിയൊരു സന്തോഷം. ആദ്യമായിട്ട് ആണ് ഇത്ര ആൾക്കാരും ഉള്ള ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പഠിച്ചത് ഫുള്ള് കോഴിക്കോടാണ്, ദേവഗിരിയിലായിരുന്നു പഠിച്ചത്. അപ്പം നമ്മൾ ജില്ല വിട്ട് പുറത്തു പോയിട്ടില്ല. അപ്പം ഇത്ര ആൾക്കാരൊക്കെ എൻ്റെ വലിയ സന്തോഷം. പിന്നെ ഒരു ഫൺ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. അത് മാത്രമേ പറയുള്ളൂ. താങ്ക് യു. എൻ്റെ പേര് അഫീന എന്നാണ്. ഞാൻ ഒരു ഫാർമസിസ്റ്റ് ആണ് പ്രൊഫഷണലി പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ്, ജാംജും ഫാർമ എന്ന് പറഞ്ഞൊരു സൗദി കമ്പനിയിൽ ഒമാനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീൻ്റെ മാനേജർ ആവണമെന്നാണ്, കൺട്രി മാനേജർ ആവണമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ MBA എടുക്കുന്നത്. MBA മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്, പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ ഒമാനിൽ വന്നിട്ട് ഏകദേശം 5 വർഷമായി. ഫാർമസിസ്റ്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ആരും അങ്ങനെ ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. പക്ഷേ ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഫാർമസിനേക്കാളും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ സെയിൽസും മാർക്കറ്റിംഗും ഒക്കെ ആയിരുന്നു.
അപ്പോൾ ഈ അറബ് ലേഡീസ് ഒക്കെ ഫാർമസിയിൽ വരുന്ന കണ്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങനെ ആ പ്രൊഫഷനെ കുറിച്ച് മനസ്സിലാക്കി അതിനകത്ത് MNC കമ്പനികളുടെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറെ റിജക്ഷൻ ഒക്കെ ഫേസ് ചെയ്തു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. അങ്ങനെ സെലക്ട് ആയി. പിന്നെ ഇപ്പോൾ 3 ഇയേഴ്സ് ആയി ഞാൻ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ചലഞ്ചസ് ഉണ്ട് ഒബ്വിയസ്ലി, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ പ്രൊഫഷനെ. ഓക്കെ, ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഓക്കെ, അതായത് ഈ ഗെയിമിന്റെ റൂള് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ലോഗോസ് കാണിക്കും. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ MBക്കാരാണ്. അപ്പൊ നമ്മൾ ലോഗോസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അവെയർ ആയിരിക്കേണ്ടവരാണ്. അപ്പൊ കുറച്ച് ലോഗോസും കാര്യങ്ങളും ഞാൻ കാണിക്കാം കേട്ടോ. ഇതേതാ? വൈഫൈ Spotify. Spotify, Wi-Fi. ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഓക്കെ, അടുത്ത സ്ലൈഡ് കാണിക്കുവാണ്. ഇതേതാ? Post. ഓക്കെ ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഏതാ? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പിന്നെ ബാങ്ക് ഉറപ്പാണോ? അതേ ഉള്ളു, അത് മാത്രം. ഓക്കെ ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇതേതാ? ഇതെല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതേതാ? മഹീന്ദ്ര. ഉറപ്പാണോ? മഹീന്ദ്ര. ഓക്കെ, ഇതേതാ? എയർടെൽ. ഓക്കെ, ഇതോ? കാണിക്കട്ടെ ഞാൻ ഇതാന്ന്. സ്റ്റാർ ഹെൽത്ത്. ഓക്കെ, ഇതെല്ലാം ഏതോ ഒരു ആൻസർ ഉറപ്പാണോ? ഓക്കെ, ആൻസർ. അടുത്തത് ഉറപ്പാണോ? നെക്സ്റ്റ് ഏത്? വേറെ എന്തെങ്കിലും? ഒന്നെല്ലാരും ആക്റ്റീവായിട്ട് പറ. നോക്കി വെച്ചോ. ഓക്കെ, താങ്ക് യു. ശരിക്കും നമ്മുടെ ഭയങ്കര സിമ്പിൾ ആയി പോയി തോന്നുന്നുണ്ട് അല്ലെ? ഗെയിംസ് ഒക്കെ ഭയങ്കര എല്ലാം അറിയുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചു പറയുന്നുണ്ട്. എങ്ങനെ, ഇഷ്ടപ്പെട്ടോ ഗെയിംസ് ഒക്കെ? ഓക്കെ, എന്നാ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഗെയിം കളിക്കാം. ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ, എന്റെ പേര് മൈസ. മൈസ പറഞ്ഞോളൂ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഹൗസ് വൈഫ് ആണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ 2020 ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷം MCOM ചേർന്നായിരുന്നു. പക്ഷെ MCOM എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, മാരേജും ഒക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാള് ഒരു ഓപ്പൺ സ്കൂളിൽ പോയായിരുന്നു ടീച്ചറായിട്ട്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് PG എടുക്കണം, പിന്നെയും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ലേണേഴ്സിനെ പറ്റി ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. അപ്പൊ അങ്ങനെ പിന്നെ സെർച്ച് ചെയ്ത് ലേണേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് താല്പര്യം. പിന്നെ അനുഷ മാം ആണ് എന്റെ മെന്റർ. അടിപൊളി മാമാണ്. അത്രേ ഉള്ളൂ. എന്റെ പേര് സുഹൈല. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്, പട്ടാമ്പി. അപ്പൊ ഞാൻ ഡിഗ്രി ഇപ്പൊ പാസ് ഔട്ട് ആയിട്ടുള്ളൂ. അപ്പൊ ചെറിയൊരു മോളുണ്ട്. അപ്പൊ അവളെ കൊണ്ട് MBA ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ടൈം ഒട്ടും കളയണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ 2 വയസ്സിൽ ജോയിൻ ചെയ്തത്. എന്നെ പറ്റിയൊരു ഫൺ ഫാക്ട് പറയാന്, ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര. ഓക്കെ ഓക്കെ, താങ്ക് യു. കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് അനുപ്രിയ. ഞാൻ ഇവിടെ കാസർഗോഡ് നിന്നാ വരുന്നത്. പക്ഷെ ശരിക്കും കാസർഗോഡ് അല്ല, കണ്ണൂർ കാസർഗോഡ് ബോർഡർ ആണ്. പിന്നെ എന്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാല് അത് അത്രയും മോശം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങള് കൊറോണ ബാച്ച് ഉണ്ടായിനി. അപ്പൊ ടീച്ചേഴ്സ് എന്ന് വെച്ചാല്
ഒട്ടും സപ്പോർട്ടീവ് അല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ മാത്രം എടുത്തിട്ട് അവർ അങ്ങനെ എടുത്തിട്ട് പഠിപ്പിക്കുക ചെയ്തേ. നമ്മളൊന്നും തിരിഞ്ഞു നോക്കലില്ല. കുറച്ച് ആവറേജ് ആയ കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കലില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്റെ കോളേജ് ലൈഫാണ്. അപ്പൊ പിന്നെയും കോളേജിൽ പോയി പഠിക്കണം, എനിക്ക് MBA എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെയും കോളേജിൽ പോയിട്ട് ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ അത് എനിക്ക് തന്നെ മനസ്സിലായി എന്റെ പഠിത്തത്തിന് അത് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺലൈനായിട്ട് എടുക്കാന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഈ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞു എന്നിട്ട് ഇതിലേക്ക് വന്നത്. ഇവിടെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് വന്ന ദീപ്തി മാം ആയാലും വാണി മാം ആയാലും സൂപ്പർ മാം ആണ്. നമുക്ക് എത്ര നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ലാപ്പിനെല്ലാം ഇഷ്യൂ ഉണ്ടായിനി. അപ്പം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിനി. അപ്പം അതിനെല്ലാം മാമെല്ലാം ദീപ്തി മാം ആയാലും വാണി മാം ആയാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിന്. അതുകൊണ്ട് ടീച്ചേഴ്സിന് എനിക്ക് ഒരു ഇതും പറയാനില്ല. എനിക്കറിയാം 100% എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. താങ്ക് യു അനുപ്രിയ. കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും പറയോ? അതാ ഞാൻ കാസർഗോഡ് പ്രോപ്പർ ഇല്ലല്ലേ? കാസർഗോഡ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ പേര് സുബിന. ഞാൻ ഇപ്പോ തൃശ്ശൂരാണ്. പക്ഷെ എന്റെ ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. 2021 ബികോം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോ 1 ഇയർ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഹലോ, ഇപ്പൊ കേക്കാം. പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ഇപ്പോ 1 ഇയർ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോ എനിക്കൊരു 1 ഇയർ ആയിട്ട് ഒരു മോളുണ്ട്. അപ്പോ മോളുമായിട്ട് എനിക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ കോൺടാക്ട് ആയിട്ട് അങ്ങനെയൊന്നും പറയാനില്ല. എന്റെ പേര് അഖിൽ. കേക്കാവോ? കേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ട്രാവലിംഗിലാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാത്തത്. ഞാൻ 2022 ഡിഗ്രി പാസ്സായി. അതിനുശേഷം ഒരു 1 ഇയർ ഡിപ്ലോമയും കഴിഞ്ഞിട്ട് ഇപ്പം എറണാകുളത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഒരു കരിയർ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടാണ് MBA ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ MBA ഫിനാൻസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും പോയിട്ട് റെഗുലറായിട്ട് പഠിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ ജോലി നിർത്തിയിട്ട് പോയി പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ. അപ്പം എന്തായാലും ഡിസ്റ്റന്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓപ്ഷൻ ഒന്നും നോക്കിയില്ല, ലേൺ വൈസിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ഇപ്പം ക്ലാസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നോട്ടുകളാണെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇക്വേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ ലേൺ വൈസ് അടിപൊളിയാണ്. പിന്നെ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. പക്ഷെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ റൂമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ ചേർന്നിട്ടൊരു വീട് എടുത്തിട്ടുണ്ട്, അവിടെയാണ്. പിന്നെ കുഴപ്പമില്ലാണ്ട് ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും, ചെറുതായിട്ട് വയലിൻ വായിക്കും, ചെറുതായിട്ട് ഗിറ്റാർ വായിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബീസ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണ് ഞാൻ. പിന്നെ ഇതൊക്കെ തന്നെ. എല്ലാവരെയും ഒരു പക്ഷെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതെന്നായിരിക്കും. കാരണം നമ്മൾ കൂടെ പഠിക്കുന്നവരെ നമ്മൾ കാണുന്നതും അവരുമായിട്ട് പരിചയപ്പെടുന്നതും ഒക്കെ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് നേരിട്ട് മീറ്റ് ചെയ്യാനോ കാണാനോ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പഴഞ്ചൊല്ലാണ്. ഞാൻ പിക്ചർ കാണിക്കും, അപ്പൊ അത് നോക്കിയിട്ട് ഏത് പഴഞ്ചൊല്ലാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേതാ? ഉറപ്പാണോ? വീഴും. നമുക്ക് നോക്കാം വീഴുമെന്ന്. ഓക്കെ, ശരിയാ. അടുത്തത് ഇതേതാ? അതോ എലിയെ ചുടാൻ ഇല്ലം ചുടണമെന്നാണോ? അങ്ങനെ പേടിച്ച് തന്നെയാണോ? നമുക്ക് നോക്കാം പേടിക്കുമെന്ന്. ഓക്കെ, എലിയെ പേടിച്ച് ഇല്ലം ചുടരുത്.
ഓക്കെ, അടുത്തത് ഞാൻ തൊഴുത്തിൽ കേട്ടോ ആന മെലിഞ്ഞ തൊഴുത്തിൽ കിട്ടില്ല. ഞാൻ തൊഴുത്തിൽ കെട്ടാം ആന മെലിഞ്ഞ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല. കെട്ടാൻ പറ്റില്ല. കെട്ടുമോ? ഓക്കെ, നമുക്ക് നോക്കാം. കെട്ടാൻ പറ്റുമോ കെട്ടുമോ എന്താണെന്ന്. ഓക്കെ, ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ? ഓക്കെ, അടുത്തത് ഉറപ്പാണോ? ഉറപ്പാ. ഓക്കെ ഓക്കെ, അടുത്തത് ഇത് നമ്മളടുത്ത് പലരും പോത്തിന്റെ വേദം ഓതും. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. വേദം ഓതരുത്. ഇതെല്ലാരുടെ അടുത്തും അറിയാലോ, എല്ലാവർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഡെയിലി കേൾക്കുന്നില്ല. ഡെയിലി കേൾക്കുന്ന. ഓക്കെ, പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യം? ഓക്കെ, ഉറപ്പാണോ? ഓക്കെ, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. അടുത്തതിലോട്ട് പോട്ടെ. പൂച്ചക്കെന്താ കാര്യം? രണ്ടെണ്ണം വന്നിട്ടുണ്ട്. മിണ്ടാപ്പൂച്ച കലവടക്കുന്നു. പിന്നെന്താ? പൊന്നൊരിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന് വോട്ട് കൂടുതൽ ഇപ്പം മിണ്ടാപ്പൂച്ചക്കാണോ? ഓക്കെ, നമുക്ക് നോക്കാം ഏത് പൂച്ചയാണെന്ന്. മിണ്ടാപ്പൂച്ച കലവടക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ പലരും. ആനെ കൊടുക്കാൻ പറ്റില്ല, പിന്നെ ആശ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഓക്കെ, അടുത്തത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടു. അടിപൊളി, കറക്റ്റ്. പെണ്ണും കൊണ്ടുപോയി. അതാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവം പറഞ്ഞ ഇല്ല, ഫീമെയിൽ വോയിസാ വന്നേ, സാധ്യത കുറവാ. ഓക്കെ, എല്ലാരും ഇഷ്ടപ്പെട്ടോ ഗെയിം? പെട്ടെന്ന് നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ തരുവാണെങ്കിൽ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. ആഷിക, ഞാന് തൃശ്ശൂർ കുന്നംകുളത്തുനിന്നാ വരുന്നത്. 2 കുട്ടികളും കുട്ടികൾ സ്കൂളിൽ ചേർത്ത് ഇപ്പോ ഞാൻ ഫ്രീ ആയി. അപ്പൊ കുറച്ച് സമയം എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ MBA ചേർന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പഠനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കുറച്ച് ഫാമിലി കുറെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വലിയ ഫാമിലി ഞങ്ങളത്. അപ്പോ ഇനി ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം. MCOM പകുതിയൊക്കെ ഞാൻ നിർത്തി, പ്രഗ്നന്റ് ഒക്കെ ആയിട്ട്. പിന്നെ അപ്പൊ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ എല്ലാരും ഒന്ന് ഒരുമിച്ച് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കൂടെ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്തോഷം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പേര് സരുൺ ആണ്. കോഴിക്കോട് നിന്നാണ് വരുന്നത്, കോഴിക്കോട് വടകര. വർക്ക് ചെയ്യുന്നത് ഇപ്പം ബാംഗ്ലൂര് നിമാൻസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്, ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2014 എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. 11 വർഷമായി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നു. അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു PG ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തുകൂടാ എന്നുള്ളത്. അപ്പം MBA ഇൻ ഹെൽത്ത് കെയർ ആണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെത്. ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്റെ കുറെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. നീ ആയിരിക്കും ഏറ്റവും പ്രായം കൂടിയ ഒരാള് ആ കൂട്ടത്തില്, എല്ലാരും നിന്നെ ഏട്ടനൊക്കെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ഒരു സെഷൻ്റെ അകത്ത് ജോയിൻ ചെയ്തപ്പോ ഒത്തിരി നല്ല നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഒരുമിച്ച് നമുക്ക് പഠനം കൊണ്ടുപോകാം, അതുപോലെ തന്നെ സൗഹൃദങ്ങളും കൊണ്ടുപോകാമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സർ. എൻ്റെ പേര് മിൻസിയ, ഞാൻ നോർത്ത് പറവൂരാണ്. 2021 BCom പാസ് ഔട്ടാണ്. ഇപ്പൊ 2 പിള്ളേരുണ്ട്. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 months ആവണുള്ളൂ. അപ്പോ കൂടുതൽ കരിയർ ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് BCom MBA തിരഞ്ഞെടുത്തത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഷബാന. പറഞ്ഞു ഷബാന. മലപ്പുറം ജില്ലയിൽ
കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ BEd ചെയ്തിട്ട് ഇപ്പോൾ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്, MBA എടുത്തിട്ടുള്ളത്. പിന്നെ HR ആകുമ്പോൾ നമുക്കൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഇൻക്രീസ് ചെയ്യാം, ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലും കൂടെ കിട്ടുമെന്നുള്ള ഒരു രീതിയിലായിരുന്നു എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ക്യാരിയിങ് ആണ്, അപ്പൊ ആ ഒരു ടൈമിൽ ഒരു കരിയർ ഗ്യാപ്പ് വരണ്ട എന്നുള്ളതും കൂടെ ചിന്തിച്ചാണ് ഈ തന്നെ എടുക്കാൻ കാരണം. പിന്നെ ഇഷ്ടമുള്ള സോഷ്യൽ സർവീസ് ആണ്. എല്ലാവർക്കും ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ MBA രീതിയിൽ എടുത്തിട്ട് അവർ ആഗ്രഹിച്ച രീതിയിൽ കരിയറായിട്ടും ജോബായിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രശാന്ത്, ഞാൻ നാട്ടിൽ പത്തനംതിട്ടയാണ്. ഇപ്പൊ ദുബായിൽ വർക്ക് ചെയ്യുന്നു 15 വർഷമായിട്ട്. ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ വർക്ക് ചെയ്യാണ്. ഞാനിപ്പോ ഈ 2025 ബാച്ചാണ് അറ്റൻഡ് ചെയ്തത്. വേറെ ഒന്നുമില്ല. താങ്ക് യു ഓൾ. ഹലോ മാം, എൻ്റെ പേര് അജ്മില. പറഞ്ഞോളൂ അജ്മില. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ അപ്രന്റീസ് ട്രെയിനി ആയിട്ട് ഓഫീസ് വർക്ക് ചെയ്തിരുന്നു 1.5 വർഷത്തെ. എന്നിട്ട് ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് ചെയ്യാണ്. അപ്പം എൻ്റെ കരിയറിന് ബിൽഡ് ചെയ്യാനും ബെറ്റർ ഒരു ജോബ് നോക്കണം. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ MBA ചൂസ് ചെയ്തത്. എൻ്റെ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ്, ആലപ്പുഴ മാന്നാർ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് കുറച്ച് ഹാൻഡ് റൈസ് ചെയ്ത കുറച്ച് പേരുണ്ട്, അതിൽ കൂടെ കുറച്ച് പേരെ വിളിക്കാം കേട്ടോ. അമീഷ. എൻ്റെ പേര് അമിഷ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആയിരുന്നു, BA. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 1 ഇയർ എടുത്തായിരുന്നു. എന്നിട്ടാണ് എനിക്ക് MBA ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയർ ആണ്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, അമീഷ ഒരു 2 പേര് പാടത്തില്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? അല്ല, എല്ലാവരും റെഡി അല്ലേ ഒരു പാട്ട് കേൾക്കാൻ? അറിയാതെ എൻ തെളിവേനലിൽ വൈഡൂര്യമായി വീണു നീ, നീലവരാവിൻ ശ്രുതി ചേർന്നുവെങ്കിൽ മധുരവമായി നിൻ ലയമഞ്ജരി. ആ താങ്ക് യു. താങ്ക് യു സോ മച്ച്. നല്ല സൂപ്പർ സൂപ്പർ രസമുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. ഓക്കെ, ഇനി നമ്മൾ കുറെ നേരമല്ലേ ഇരുന്നൊക്കെ ഗെയിം കളിക്കണു. കുറച്ച് നമുക്കൊന്ന് എനർജി ആയിട്ട് നമുക്ക് കുറച്ച് ഓടിച്ചാടി ഒരു ഗെയിം കളിച്ചാലോ? ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഗെയിമിന്റെ റൂള് ഞാൻ പറയാം. ഞാൻ ഈ പിക്ചറിൽ ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഞാൻ കാണിക്കും. അപ്പൊ അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തു കൊണ്ടുവന്ന് സ്ക്രീനിൽ കാണിക്കണം. അങ്ങനെ ആദ്യം ആരാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? എല്ലാവരും ഓടാനൊക്കെ റെഡി ആയിട്ടിരിക്കല്ലേ? ഓക്കെ, വേഗം ഓടിപ്പോയിട്ട് എടുത്തിട്ട് വരണേ. ഓക്കെ, ഫസ്റ്റ് ഒരു കപ്പ. വേഗം വേഗം ഓടിക്കോ. ഓക്കെ, ശരണ്യ കാണിച്ചിട്ടുണ്ട്. കപ്പ അടുത്ത് തന്നെ ഉണ്ട്. ഉണ്ണിയേട്ടാണ് ഫസ്റ്റ്. അഭിജിത്ത്. ആദ്യം ഓഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി, ചായ കുടിച്ചോണ്ടിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, മാക്സിമം എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം കേട്ടോ. കിട്ടിയില്ല അനുപ്രിയ, പോന്നത് കണ്ടു എന്തെങ്കിലും ഇരുന്നല്ലോ. പോയി. നയനക്ക് കിട്ടിയോ? കിട്ടി എടുത്തിട്ട് വന്നു. അജിത്തിന് കിട്ടി. അനൂപിന് കിട്ടിയില്ല. കണ്ടു, ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരഞ്ചിന്റെ കാണിച്ചു. ക്ലാസ് മതിയാവോ മാഡം? മതി മതി, കുഴപ്പമില്ല കുഴപ്പമില്ല. ദിവ്യക്ക് കിട്ടിയിട്ടുണ്ട്. ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, രമ്യ കൊണ്ടുവന്നു. സിന്ധു കാണിച്ചിട്ടുണ്ട്. ആഷിക. പ്രതീഷ് ഓൾറെഡി ഏതോ ഷോപ്പിലാന്ന് തോന്നുന്നല്ലോ, റോഡ് നടന്നെടുത്ത്. ഓക്കെ 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 ഓക്കെ, എന്തായാലും ഇപ്പൊ ഫസ്റ്റത്തെ അടിപൊളിയായി. ഇനി അടുത്ത നോക്കാം.
ഡയറി, ഡയറി അല്ലെങ്കിൽ ബുക്ക് നോട്ട്ബുക്ക്. ഏതായാലും മതി. അയ്യോ ഡേവിഡ് സർ, ദിവ്യ. ബുക്കൊക്കെ കൈ റെഡി ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഗോവിന്ദ് ഓടി കാണിച്ചിട്ടുണ്ട്. നടക്കുന്ന ഞങ്ങൾ എങ്ങനെയാ കിടക്കും ഇതൊക്കെ? ഷെറിൻ, ഓടി നടക്കുന്നവർക്ക് നമ്മൾ എക്സംഷൻ കൊടുക്കും. രമ്യ, ടൂത്ത് പേസ്റ്റ് ടൂത്ത് എല്ലാവരുടെ പേസ്റ്റ്. വീട്ടിലും ഉണ്ടാവും. അയ്യോ അയ്യോ എല്ലാവരും പല്ല് തേക്കുന്നതാണ്, അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. റൂമിൽ വേണ്ടിട്ട് എല്ലാം എടുത്തോണ്ട് കാണിക്കാം. താഴെ പോണോ ഇനി? റൂമിലല്ല ഇപ്പൊ ഏതാ പ്രശ്നം? ഞാൻ അജിത കാണിച്ചേ. കാണിച്ചിട്ടുണ്ട്. അനൂപ് കാണിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ മുല്ലു. ഇതിലൊന്നുമില്ല. എഴുന്നേറ്റ് പോകാൻ വയ്യ. ദിവ്യക്ക് കിട്ടി. പല്ല് വെക്കാറില്ലേ? ഓക്കെ, ഉണ്ണിമായ കാണിച്ചിട്ടുണ്ട്. തുണിത്തരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കാണിക്കായിരുന്നു. തുണിക്കടയിലായിട്ട് ചിലപ്പോൾ ഉപയോഗം തുണി വരും. കാണിക്കല്ലേ, തുണി കാണിക്കല്ലേ, പുള്ളി അറിയാം ഫസ്റ്റ്. ഇനി അടുത്തത് നോക്കാം ഏതാ വരുന്നതെന്ന്. അടുത്തതൊരു യെല്ലോ ഓക്കെ, കളറാണ്. യെല്ലോ കളറിൽ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ചക്ക വറ്റല്. ചക്കവറ്റിലെ വെറൈറ്റി ആയിരുന്നു. കാണിച്ചിട്ടുണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞല്ലേ? മാഡം ദർബാർ ഹാളിലെ സ്ട്രീറ്റ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കവർ രമ്യ കയറ് വരെ എടുത്ത് കാണിച്ചു. ഗോവിന്ദ് പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കഴുത്തിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ മാല എടുത്ത് കാണിച്ചാൽ മതി. സിമ്പിൾ ആണ്. അത് കാണിച്ചു ആടെ കാണാൻ പറ്റുന്നില്ല, ഇട്ടാ. ഞാൻ എന്റെ ലീവ് കാർഡ് കാണിച്ചിട്ടുണ്ട്. ആടെ തുണിയൊക്കെ പൊക്കി കാണിക്കുന്ന കൊണ്ട് സെറ്റ് മുണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആ ബാറ്റ് പോരട്ടെ. സിന്ധു എല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാം കേട്ടിട്ടുണ്ട്. കാർത്തിക് എന്തോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. മാഡം ദർബാർ ഹാളിലെ അനൂപ് ബോൾ ഒപ്പിച്ചിട്ടുണ്ട്. ദർബാർ ഹാളിലെ ലൈറ്റാ, വേറെ ഒന്നും ഇല്ല ഇവിടെ. പേസ്റ്റും ബ്രഷും ഒന്നുമില്ല. എന്താ ചെയ്യാ, ഞാൻ ദർബാർ ഹാളിലായി പോയി. ഓക്കെ ഓക്കെ. സൈക്കിളോ കാറോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇപ്പൊ കാണിച്ചുതരാം. അത് ശരിയാ, അങ്ങനെ വല്ലതും ചോദിച്ചാൽ പെട്ടു. ഓക്കെ, രഫീനെ ഇത് കാണിച്ചു. മതിയോ, ഇത് മതിയോ മഞ്ഞ? മതി മതി. കണ്ണാടി ഷെയ്ഡ്സ് അല്ലെങ്കിൽ സൺഗ്ലാസസ്. വണ്ടിക്കകത്തിരിക്കുക. വെക്ക് ഷെറിൻ. ഈ ഗ്ലാസ് മതിയോ? ഓ ഷെയ്ഡ് അല്ലേ? ചോദിച്ചല്ലേ എടുത്ത് കാണിക്കും. ഓക്കെ, ഗോവിന്ദ് കാണിച്ചിട്ടുണ്ട്. അരുൺ, അജിത്ത്, അനൂപ് കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് പോലെ. ആ ഓക്കെ. അഭിജിത്ത് അഭിജിത്ത് കാണിച്ചിട്ടുണ്ട്. എഴുന്നേക്കണ്ടെന്ന് വിചാരിച്ച സമ്മതിക്കൂലല്ലേ? ഓക്കെ, അനുപ്രീത് കിട്ടി. ഉണ്ണിമായ. ഉണ്ണിമായുടെ ഏകദേശം സാധനം. ഓക്കെ, ജിഷ്ണു കാണിച്ചു. നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ യെല്ലോ കാണിച്ചപ്പോ ഒരു യെല്ലോ കളർ സാരി വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. അടുത്ത് നോക്കാം മിസ്. ന്യൂസ് പേപ്പർ ഇവിടെ ഇല്ലാത്ത സാധനം. വെളിയില്ല. ഓക്കെ, രമ്യ കാണിച്ചിട്ടുണ്ട്. വെറും പേപ്പർ ടിഷ്യൂ പേപ്പർ കാണിച്ചുതരാം. അനൂപ് കാണിച്ചു. ഷെറിൻ, അജിത്ത്, ഡേവിഡ്. ഓക്കെ, ഷിജി കാണിച്ചു. നവ്യ. ഓക്കെ, നയന കാണിച്ചിട്ടുണ്ട്. ദിവ്യ കാണിച്ചു. ഓക്കെ, അനുപ്രിയ. ഇനി ആരെങ്കിലും ഉണ്ടോ? സിന്ധു ഇരിക്കുകയാണ്. മിസ് ഞാനിവിടെ ഇരുന്നോണ്ട് ചെയ്ത പരിപാടിയേ ഉള്ളൂ അല്ലേ സിന്ധു? എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്ക് പെയിൻ വീണിട്ട്. ഓക്കെ. അതുകൊണ്ട് നടക്കൂല. ഓക്കെ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് നോക്കാം.
ഒന്ന് രണ്ട് ഐറ്റം കൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളവർ കുറച്ചുപേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ലേ, അവരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കും. കൂടാ ഓ ഇവിടില്ല. കൊടയുണ്ടോ സീറ്റ്? കൊട കൊട ഇരിപ്പുണ്ടോ? കട ഇപ്പൊ കടന്നു വന്നതേ ഉള്ളൂ. കൃത്യം അപ്പൊ തന്നെ പറയും. പിന്നെ നിർത്തി കാണിക്കണോ? ശരി. വേണ്ട വേണ്ട. സിന്ധു കാണിച്ചു, രമ്യ, അനൂപിന് തരുൺ. അല്ല അനൂപിന് കൃത്യം കളർഫുൾ കിട്ടി. ഓക്കെ അനൂപിന് അവിടെ ആഷിഖ് കാക്കും. അസിസ്റ്റന്റ് ഉണ്ട് അല്ലേ? അനൂപ് എല്ലാം അവിടെ ആ ഇതിലുണ്ട്, അപ്പുറം ഇപ്പുറം കാണാനായിട്ടുണ്ട്. അല്ലല്ല, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മോളുടെ. കൊള്ളാം. രചന അനു നോക്കൂ, ബാഗിന്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് സരുൺ വരുന്നു. സരുൺ ഒക്കെ രഹീന കണ്ടു. ദിവ്യ ഓൾമോസ്റ്റ് ഉണ്ടെന്നു, എല്ലാവർക്കും കിട്ടി അല്ലേ? അതെ അഫ്സാന ഉണ്ടെന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം? വിന്നേഴ്സിന് പ്രൈസ് വളരെ എന്തെങ്കിലും നല്ലതായിരുന്നു. ഉണ്ടോ മാഡം? വിന്നേഴ്സിന് പ്രൈസ് ഉണ്ടോ? തീർച്ചയായും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് പ്രൈസ് ഉണ്ട്. ലാസ്റ്റ് സെഷനിലുണ്ട്. ഒരു 12 സെഷൻ അല്ലേ എല്ലാ ഉള്ളൂ. സെഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആക്റ്റീവായിട്ട്. നമ്മൾ കുറെ ആക്ഷൻ ടാസ്ക് അതെ തരുന്നുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ വിന്നർ ഓഫ് OP10 ആണ് ഓറിയന്റേഷൻ. അതൊക്കെ നമ്മൾ അവസാനം പ്രഖ്യാപിക്കും ലാസ്റ്റ് സെഷനിൽ. ഒരു സാധനം കാണിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അത് മേടിക്കേണ്ടി വന്നു പൈസ കൊടുത്ത്. പൈസ 2 വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അല്ലല്ല, അടുത്ത മാസം കിട്ടും, വീട്ടിൽ വരും. 30-ാം തീയതി വരെ ഓറിയന്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഉടനെ വരും. എല്ലാ സെഷനിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം അല്ലേ മാം? അതെ, നമ്മൾ അതെ ആക്ഷൻ ടാസ്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അതെ ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യങ്ങളെല്ലാം സാധനം നമ്മൾ ഒരു കോഡ് സാധനം ചെയ്യണം. കാണിക്കാൻ പറ്റുള്ളൂ, അത് മേടിക്കേണ്ടി വന്നു. ഓക്കെ. അയ്യോ, കുറെ നേരമായിട്ട് രോദനം പറയുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ തുണിക്കട കയറി ഇരിക്കാൻ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. മാം ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ ബാക്കിയുള്ളവരെ കൂടി കുറച്ചുകൂടി ചെയ്യിപ്പിക്കാം നമുക്ക്. കുറച്ചുപേര് പറയാനുണ്ടല്ലോ. ജസീല, കോഴിക്കോടാണ് സ്ഥലം. അതിനുശേഷം ബിസിനസ് ചെയ്തിരുന്നു 6 മാസത്തെ എൻട്രി ആപ്പില്. അത് കഴിഞ്ഞ് ഇപ്പോൾ MBA ഫിനാൻസ് എടുത്ത്. കുറച്ച് മുമ്പ് എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു MBA എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് MBAയിലേക്ക് വന്നത്. അപ്പൊ നല്ല രീതിക്ക് പഠിക്കാനാവും നല്ല വിശ്വാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിക്ക് വേണം. ഇതുവരെയുള്ള സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. അത്രയും. ഹലോ മാം, പറഞ്ഞോ. എന്റെ പേര് സിന്ധു. ഞാൻ മുംബൈയിലാണ്. നാട്ടില് തൃശ്ശൂരാണ് നാട്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഏജ് ഒരു 47 ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അതിമോഹം എന്ന് പറയാം. ചിലപ്പോ നടന്നു. പിന്നെ എന്താ പറയാ, ഒരു ആഗ്രഹമാണ് MBA എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇപ്പോഴാണ് സന്ദർഭമൊക്കെ ഒത്തു വന്നത്. എന്നാലും ബിസി ഉണ്ട്, ടൈം കിട്ടുമോ ഒന്നും അറിയില്ല. ശ്രമിക്കാം, എല്ലാവരും കൂടി ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഡെഫിനറ്റ്ലി ഞങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ സമയത്ത് പഠിച്ചിട്ട് എന്തിനാന്ന്. നോക്കാം, എന്തിനെങ്കിലും. നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല ഏറ്റവും വലുത്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് താങ്ക് യു. സോ നമുക്ക് ഇനി എന്റെ പേര് ഷെറീൻ, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഇപ്പോ 2024 ഡിഗ്രി ബാച്ച് ഔട്ട് ആയത്. പിന്നെ BBA ആണ് എടുത്തിട്ടുണ്ടായത്. ഇപ്പോ MBA HR ആണ് ചൂസ് ചെയ്തത്. ക്ലാസ് എല്ലാം നോക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ കുഴപ്പമില്ല, BBA പഠിച്ച ബേസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. സോ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് നമ്മൾ എല്ലാ സെഷൻസിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റിലായിട്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ ഒരു സെഷൻ ഇത്രയും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മുടെ ടീം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. സോ ആ ഒരു ടീമിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ മൈസെൽഫ് അനുഷ്യ, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററാണ്. അതേപോലെ എന്നോടൊപ്പം ലോജിഷ മാം ഉണ്ട്. ലോജിഷ മാമും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററാണ്. അതേപോലെ വാണി മാമും ഉണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതോടൊപ്പം സ്നേഹ മാം ഉണ്ട്. സോ ഇവരെല്ലാവരും സ്നേഹ മാമും വാണി മാമും എല്ലാം കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ തന്നെ മെന്റേഴ്സ് ആണ്. സോ താങ്ക് യു സോ മച്ച് വാണി മാമിനും അതേപോലെ എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ്. അതേപോലെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഈ സെഷൻ ഇത്രയും അടിപൊളിയൊക്കെ എല്ലാ ലേണേഴ്സിനും താങ്ക് യു സോ മച്ച്.